ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് വേണ്ടിയുള്ള സ്ക്വാഡ് ഇംഗ്ലണ്ട് ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. ജോഫ്രെ ആർച്ചർ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ എത്തി എന്ന മാറ്റം മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡിൽ വന്നിരിക്കുന്നത്. 2021 ശേഷം ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ടീമിലേക്ക് ആർച്ചർ മടങ്ങിയെത്തുന്നത്. ഇംഗ്ലണ്ടിന്റെ ടീം ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയുടെ വരുന്ന പരമ്പരകളുമായി ബന്ധപ്പെട്ടതാണ്. ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് ടൂർ നടക്കാൻ സാധ്യതയില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നടന്ന ആഭ്യന്തര കലാപമായിരുന്നു ഇതിന് കാരണം. എന്നാൽ പരമ്പര മാറ്റിവെക്കാൻ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ പരമ്പര മുന്നോട്ട് പോകും എന്നാണ് BCCI കമന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 17 മുതൽ 3 ഏകദിനവും 3 T20യും ആയിരിക്കും പരമ്പരയിൽ ഉണ്ടാവുക. കോഹ്ലിയും രോഹിത്തും ടെസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം കളിക്കാൻ പോകുന്ന പരമ്പര കൂടിയായിരിക്കും ഇത്. ഒപ്പം T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലായതുകൊണ്ട് സൂര്യ ഈ പരമ്പര കളിക്കാനുണ്ടാകില്ല എന്നാണ് കാണുന്നത്. സോ ചിലപ്പോൾ ഹാർദിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരമോ ആയിരിക്കും T20 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഏഷ്യ കപ്പ് ഇന്ത്യ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം ഈ അടുത്ത് അറിയാൻ പറ്റും. നേരത്തെ ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് പിന്മാറും എന്നൊക്കെയാണ് കണ്ടിരുന്നതെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കളിക്കണോ വേണ്ടയോ എന്നതിൽ ഗവൺമെന്റിനോട് നിർദ്ദേശം ചോദിക്കുകയാണ് നിലവിൽ BCCI ചെയ്തിരിക്കുന്നത്. സോ ഗവൺമെന്റ് ഓക്കെ പറയുകയാണെങ്കിൽ ഏഷ്യ കപ്പ് ഇന്ത്യ കളിക്കും. T20 ഫോർമാറ്റിലായിരിക്കും ഈ വർഷത്തെ ടൂർണമെന്റ് നടക്കുക. അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. IPL-ൽ പരിക്ക് മൂലം നിരവധി മത്സരങ്ങൾ നഷ്ടപ്പെട്ട സഞ്ജു ഫുൾ ഫിറ്റായി കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ ഇപ്പോൾ പേര് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സഞ്ജു ഈ ടൂർണമെന്റ് കളിക്കാൻ എത്തുന്നത്. ജൂലൈ 5-ന് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ലേലം നടക്കാൻ പോകുന്നത്. സോ സെക്കൻഡ് എഡിഷൻ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിന്റെ പുതിയ ഫ്രാഞ്ചൈസ് ഏതാണ് എന്ന് അന്നറിയാൻ പറ്റും. ബിഗ് പ്ലെയേഴ്സ് ടൂർണമെന്റ് കളിക്കാൻ എത്തുന്നത് നല്ലൊരു കാര്യമായി തന്നെ കാണപ്പെടുന്നു.